ശ്രീ പ്രശാന്ത്, ഈ ഏറെക്കാലമായിട്ട് ഒരു നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിമിഷപ്രിയ. അവിടെ യമനിൽ ഈ സർക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയാണ്. പല വഴികളിൽ നിന്ന് പലതരത്തിലുള്ള സമ്മർദ്ദമൊക്കെ ആയിട്ട് നീങ്ങുന്നുണ്ടെങ്കിലും അത് വേണ്ട തരത്തിലൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. ഏത് സമയവും വധശിക്ഷ നടപ്പിലാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അവസരത്തിൽ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. അത് ഇന്ത്യക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറും സാധ്യതയുണ്ട്. കാരണം യമൻ പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് മാത്രമായിട്ട് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റാത്ത പോലെ അതിനകത്ത് ഈ ജാതിയും അല്ലെങ്കിൽ മറ്റ് ചില താല്പര്യക്കാരുടെയൊക്കെ ഇടപെടലുള്ള ഒരു രാജ്യമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ തീരുമാനം മറ്റു പലരുടെയും അല്ലെങ്കിൽ മറ്റു പല സംവിധാനങ്ങളുടെയും നിയന്ത്രണത്തിൽ, മതരാഷ്ട്ര സംവിധാനം അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രൂപ്പുകളുടെയൊക്കെ നിയന്ത്രണത്തിൽ, അപ്പം അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിട്ട് വരുന്നത് ഇപ്പോൾ പറയുന്ന പോലെ ഇറാനാണ്. ഇറാനൊക്കെ ഈ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും അല്ലെങ്കിൽ അതിനെയൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഹിസ്ബുള്ള, ഹൂത്തി, ഈ പറയുന്ന നമ്മുടെ ഹമാസ്, ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആൻഡ് കൺട്രോൾ ഇൻ വേൾഡ് വൈഡ് എന്ന് പറയുന്ന രാജ്യം ഇറാനാണല്ലോ. ഇറാൻ പറയുന്നതിനപ്പുറം കേൾക്കുന്നില്ല. അപ്പം അവർ പറയുന്നതിനപ്പുറം നിന്ന് കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് പോലും അവിടുത്തെ സൈന്യ സംവിധാനം ഒന്നുമില്ല, ഇവരുടെ ഹൂത്തികളുടെയൊക്കെ നിയന്ത്രണത്തിലാണ്. ഒരുപക്ഷേ മോദി അതുകൊണ്ടായിരിക്കാം ഏത് നയതന്ത്ര ബന്ധവും പരാജയപ്പെടുന്നിടത്ത്, അല്ലെങ്കിൽ മോദിയെ പറഞ്ഞാൽ കേൾക്കണ്ട, അല്ലെങ്കിൽ മോദിയോട് അവരുടെ താല്പര്യം അറിയാമല്ലോ, പറഞ്ഞാൽ കേൾക്കാത്തരുത്. മോദി വരുന്നതിന് കാലങ്ങളായിട്ട് പേർഷ്യ ആയിട്ടുള്ള കാലം മുതൽ ഇന്ത്യയുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത് ഇസ്രായേലിനോട് സൗഹൃദമുള്ളതുപോലെ തന്നെ അന്നും നമുക്ക് ഇറാനുമായിട്ടും സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതിനകത്ത് യാതൊരു കുറവും നമ്മുടെ നരേന്ദ്രമോദി വരുത്തിയിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ നയതന്ത്ര വിജയം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ നയതന്ത്ര വിജയത്തെപ്പറ്റി ഒരു ദിവസം നമ്മുടെ ചൈനൻ പ്രസിഡന്റ് പറയും, ഇത് എന്തൊരു മാജിക്കാണ്. കാരണം ശത്രുവും മിത്രവും എല്ലാം പുള്ളിക്ക് ഒരുപോലെ. പുള്ളിയുടെ കാര്യം വരുമ്പം ഇറാൻ ചോദിക്കത്തില്ല എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ആയുധം കൊടുത്തത്, അല്ലെങ്കിൽ ഇസ്രായേൽ ചോദിക്കത്തില്ല എന്തുകൊണ്ടാണ് പാലസ്തീനിൻ്റെ വിഷയത്തിന് വേണ്ടി പറഞ്ഞത്. ഇതൊന്നും അവർക്ക് വിഷയമല്ല. ലോകത്ത് പല രാജ്യങ്ങളും ഇറാനോട് എതിരിട്ട് നിൽക്കുക. എതിരിട്ട് നിന്നില്ലെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കും. പക്ഷേ ഇന്ത്യ മാത്രം അതില്ല. ഇന്ത്യക്ക് എന്തും ചെയ്യാം. വലിയൊരു നയതന്ത്ര ബന്ധം ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് ഇസ്രായേലിന് ആയുധം കൊടുത്ത് ഇവനെ അടിപ്പിക്കുന്ന ഇന്ത്യയുടെ ആയുധമല്ലേ ഇവിടെ. ഇസ്രായേലിൽ നേരത്തെ നമ്മുടെ കാർഗിൽ യുദ്ധ സമയത്ത് അന്ന് ഉണ്ടാക്കിയ കരാറാണ്. അവർക്ക് സ്പേസ് കുറവാണല്ലോ, ഇവിടെ കൊണ്ടുവച്ച് ആയുധം ഉണ്ടാക്കുകയാണ്. നമുക്കതിൽ അല്ലില്ല, ഇവിടെ പൈസ വരും, ഇവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടും, എന്നിട്ട് ഇത് കയറ്റി നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവിടെ കൊടുക്കുമല്ലേ. അത് എന്നേയുള്ള കരാറാണ്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി തന്നെ ഇസ്രായേൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ, അവർ ഇതായിട്ടില്ല. അതുപോലെ നമ്മുടെ പല കമ്പനികൾക്കും അവിടെ കൊടുത്തേക്കുമല്ലേ ഓരോന്ന് ചെയ്യാനും, അല്ലെങ്കിൽ അല്ലാതെ ഈ കളിപ്പീര് പണിയൊന്നും അല്ലല്ലോ, അറിഞ്ഞാൽ സഹായിക്കുന്നത്. അത്രയ്ക്ക് വലിയ സുഹൃത്താണ്. അപ്പോൾ അവർ സുഹൃത്താകുമ്പോഴും ഇവർ നമ്മുടെ സുഹൃത്താണ്. അതാണ് അതിൻ്റെ ഒരു നയതന്ത്ര ബന്ധം. അതാർക്ക് മനസ്സിലാവും. ഇത് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ അവിടുത്തെ ഏതോ യമനിൽ ജോലി ചെയ്യുകയും അവിടെ സ്പോൺസർ നിർബന്ധമാണെന്ന് തോന്നുന്നു. സ്പോൺസറായിട്ട് ഈ പറയുന്ന യമൻ പൗരൻ വരികയും ഈ സ്പോൺസർ ആയി ഈ വരുന്ന യമൻ പൗരൻ്റെ ഈ എല്ലാ രീതിയിലും ഈ സ്ത്രീയെ ഉപദ്രവിക്കും മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെ. അപ്പം ഈ സ്ത്രീയെ സ്ഥിരമായിട്ട് നാട്ടിൽ വിടാനോ അല്ലെങ്കിൽ അതിൻ്റെ കുടുംബം ഒന്നും പരിഗണിക്കാതെ അവൻ്റെ ഭാഗമാക്കി വെച്ചേക്കാൻ ശ്രമിക്കുമ്പോൾ നിവൃത്തികേട് കൊണ്ട് ജീവിക്കാൻ പോകുന്നതാണല്ലോ. അപ്പോൾ ഇവൻ്റെ കൂടി തുടങ്ങുകയും ചെയ്തു. ഏതോ ഒരു കെമിക്കൽ, എനിക്ക് എൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല, അത് കുത്തിവെച്ചാൽ അബോധാവസ്ഥയിലാണ്. ഈ അബോധാവസ്ഥയിലാവുന്ന സമയം കൊണ്ട് ഇതെല്ലാം കളഞ്ഞിട്ട് നാട് വിട്ട് പോരാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഡോസ് കൂടി, ഇവർ നേഴ്സോ അതിൻ്റെ ക്ലിനിക്കിൻ്റെ ആളാണ്, അത്ര വൈദഗ്ധ്യമുള്ള ആളായിരിക്കത്തില്ലല്ലോ. ഡോസ് കൂടി ഇദ്ദേഹം മരിക്കുകയാണ്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശവശരീരം പിന്നെ മരിച്ചു കഴിയുമ്പോഴത്തേക്കുള്ള മാനസികാവസ്ഥ അറിയാമല്ലോ, ഇത് എന്തോ പറ്റും, എങ്ങനെ പറ്റും, എങ്ങനെയായാലും പിടിക്കും, എന്നാൽ പിന്നെ അത് ഒളിപ്പിക്കണം. അപ്പോൾ ഒളിപ്പിക്കാൻ വേണ്ടി ആരുടെയൊക്കെ സഹായം തേടി, അത് ഇവരുടെ സുഹൃത്താണ്, അവൻ വന്ന് ഇതെല്ലാം പിടിക്കപ്പെട്ടു. എന്തായാലും അയാൾ ജീവപര്യന്തം ജയിലിലും ഈ സ്ത്രീക്ക് വധശിക്ഷയുമാണ്. അപ്പോൾ പല രീതിയിലും ഏതർത്ഥത്തിലും ഒക്കെ ഇടപെടുമ്പം യമൻ പൗരനെ കൊന്ന ഒരു വിദേശിയെ വിട്ടാൽ ആ രാജ്യത്തെ ആൾക്കാർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നും, അല്ലെങ്കിൽ യമൻ ഭയക്കണ്ട തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ഈ ആചാര ശ്രേഷ്ഠന്മാരുണ്ടല്ലോ ഈ മത രാജ്യത്തിനൊക്കെ,
അവരുടെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യം, അവരുടെ തിട്ടൂരും ഒക്കെ ഇയാളെ ഇവർക്ക് ഒരു ഇളവും കൊടുക്കണ്ട എന്നുള്ളതാണ് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇത് ഇളവ് കൊടുക്കാൻ പറ്റത്. അല്ലെങ്കിൽ ഇന്ത്യയെ പോലൊരു വലിയ രാജ്യത്ത് ഒരാൾക്ക് ഇളവ് കൊടുത്തെന്ന് വെച്ചെന്തോ അവിടുത്തെ ഒരു പൗരൻ ഏതെങ്കിലും അവസരത്തിൽ മരിച്ചു, അല്ലെങ്കിൽ അപ്പം വേറൊരു രാജ്യം, ഇന്ത്യ ഒരു രാജ്യത്തിനകത്തോടെ ഏമനെടുത്ത് പറയുക അത് നമ്മുടെ ഒരു ആളാണ്, കൊല്ലുമൊന്നും വേണ്ട, അയാൾക്ക് വേണ്ട, അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ട കൊടുത്തേക്കാം തിരിച്ചു. പക്ഷേ അപ്പം അപ്പോഴേ നിർബന്ധം പിടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധം പിടിച്ചില്ല, അല്ലെങ്കിൽ ആ രാജ്യത്തിന് ആ താല്പര്യം സംരക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ രാജ്യം ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർക്കും അതിൻ്റെ ആൾക്കാർക്കും ഒക്കെ പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആ രാജാക്കന്മാരെ ഈ രീതിയിൽ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെടുത്ത് പറയാൻ കെൽപ്പുള്ള പറയത്തില്ല അവൻ്റെ അപ്പൂപ്പനാ അവൻ എന്ന് വെച്ചാൽ അവരെ നിയന്ത്രിക്കുന്ന ഇറാനെ പോലുള്ള രാജ്യം. ഇറാനാണ് ഈ പ്രോക്സി ഗ്രൂപ്പുകളുടെ എല്ലാം ലോകത്ത് നിയന്ത്രണ ശക്തി. അതൊക്കെ ഇതില്ലേ ഹിസ്ബുള്ള, നമ്മുടെ ഈ പറയുന്ന ഈ യമനിൽ അവിടെയുള്ള ഹിസ്ബുള്ളയുടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോഡക്റ്റാണ്. ഇവരുടെ $10 ബില്യൺ കണ്ട എന്നാൽ ഒരു കണക്ക് പറയുന്നത് കേട്ടത് ഇതിനുവേണ്ടി മാറ്റി വെച്ചത്. കാരണം സ്വന്തം രാജ്യത്തിൻ്റെ സൈനിക ശക്തിക്ക് ഇത്രയും പൈസ മാറ്റി വെച്ചിട്ടില്ല. അതുപോലെ മേടിച്ച്, അതുകൊണ്ടല്ലേ ഈ വടക്കിഴക്കൻ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം വന്നപ്പോൾ വളരെ ബലമായിട്ട് അങ്ങ് നിന്നത്. അല്ല, ഇസ്രായേലിനെ എതിരിടാൻ വേണ്ടി ഇറക്കിയതാണ്. വളരെ ഇപ്പം ഇറക്കിയാണോ സാറേ? വളരെ കാലേ കൂട്ടി ഇറങ്ങി. ഇവരെ വെച്ചിട്ട് എത്രയോ രാജ്യങ്ങളെ ആക്രമിച്ചേ. സൗദി അറേബ്യയിൽ അക്രമം നടത്തിയില്ലേ? ബാക്കി എല്ലാ രാജ്യവും ഹൂത്തി അല്ലെങ്കിൽ സുന്നി ഇവർ ഇതാണല്ലോ, ഷിയ ആണല്ലോ. സുന്നിക്കാരെ ആക്രമിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇത് വളരെ ദീർഘകാലത്തെ ഒരു പ്രോജക്റ്റ് ആണല്ലോ ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഷിയ വംശകർക്ക് ഈ പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ചിട്ട് സുന്നിക്കാരെ മൊത്തവും ആ രാജ്യങ്ങൾ കയ്യിലെടുക്കുന്നതിനും അവരെ കൊന്നുകളിയായാലും കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള, അപ്പം നിസ്സാര ഒരു പ്രോജക്റ്റ് അല്ല. ഇസ്രായേലെ ഉപദ്രവിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ദീർഘകാലത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. നമ്മൾ പറയത്തില്ലേ ഒരു പണിയെന്ന് പറയുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൂടുതലുള്ളത് ഈ സുന്നി ആണല്ലോ. അപ്പോൾ സുന്നിയെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഒത്തിരി കൈകാര്യം ചെയ്തിട്ട് ഇവരുടെ ഷിയ അല്ലെങ്കിൽ ഷിയ രാജ്യങ്ങളാക്കി മാറ്റും. അപ്പോൾ ആ ഷിയ രാജ്യങ്ങളുടെ എല്ലാം കൂടെ നേതാവായിട്ട് ഇറാന് വരണം. ഇപ്പം ഇറാൻ്റെ മാത്രമല്ലേ പരമോന്നത നേതാവായിട്ടിരിക്കുന്നത്. അപ്പം ലോക മുസ്ലിങ്ങളുടെ നേതാവായിട്ടാണ്. അതിനുവേണ്ടിയൊക്കെ തയ്യാറാക്കിയ ഒരു പ്രോക്സി ഗ്രൂപ്പിൻ്റെ വലയമായത്. അതിനകത്ത് ഈ ഹൂത്തികളുണ്ട്, ഈ പറയുന്ന യമനിൽ നിന്ന് ഹിസ്ബുള്ളയുണ്ട്, പിന്നെ ഗാസയിലുള്ള ഹമാസ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ അനുബന്ധമായിട്ട് കണ്ടമാനം ഗ്രൂപ്പുണ്ട്. അതിനെ നേരിടാൻ വേണ്ടി അന്ന് അമേരിക്ക ഉണ്ടാക്കിയതാ ഈ പറയുന്ന IS എന്ന് പറയുന്നത്. ഈ IS അത് അമേരിക്ക ഇതിനെ നേരിടാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ് ഈ ഹൂത്തിയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അതിനെ ഇപ്പം തലവേദന കൊണ്ട് ISനെ ഇപ്പം അത് ഈ ജലസാധനത്തിനെ വളർത്തി വിട്ടാലേ പിന്നെ നമുക്ക് തന്നെ നമ്മളെ കയറി കടിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം അമേരിക്ക അതിനെ എവിടെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. കാരണം അമേരിക്കക്കെതിരെ തിരിയുക, അമേരിക്കക്കകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കുക, അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിൽ കയറി ഇവരടിക്കുക, ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും നയതന്ത്ര വിജയത്തിനകത്ത് വളരെ ബുദ്ധിയല്ലേ നമ്മുടെ ആൾക്കാർ നയതന്ത്ര അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരാ മോശം? ഈ പറയുന്ന അജിത് ഡോവലുണ്ട്, അമിത്ഷാ ഉണ്ട്, പിന്നെ ജയശങ്കറുണ്ട്. അജിത് ഡോവലാണെങ്കിൽ ഈ പണ്ട് 10-18 കൊല്ലം പാകിസ്ഥാനിൽ പോയി ചാരനായിട്ട് താമസിച്ചിട്ടുള്ള ആളാണ്. അവിടുത്തെ ഈ അജിത് ഡോവലിനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ പ്രോക്സി ഗ്രൂപ്പുകളുടെയൊക്കെ നേതാക്കന്മാർ പുള്ളിയുടെ കക്ഷിയാണ്. നമ്മൾ പറയത്തില്ലേ എന്ന് വെച്ചാൽ അവരെല്ലാം മനുഷ്യരാണല്ലോ, അത്രയ്ക്ക് ബന്ധമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അജിത് ഡോവൽ ഓപ്പറേറ്റ് ചെയ്താൽ അങ്ങ് സക്സസ് ആവുന്നത്. കാരണം ഇതിനകത്തുള്ള കാര്യങ്ങൾ അതിനകത്തുനിന്ന് അറിയാൻ പറ്റും അദ്ദേഹത്തിന്. ഈ ഇപ്പം ഒരു സാധനം ഓപ്പറേറ്റ് ചെയ്യുന്ന IS ഓപ്പറേറ്റ് ചെയ്യുക സാധനം. ഈ IS ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വിങ് ആണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരാലോചിക്കുന്ന കാര്യം അജിത് ഡോവൽ അറിഞ്ഞാൽ തീർന്നില്ലേ? ഇങ്ങനത്തെ ബന്ധം ലോകത്തെ പ്രോക്സി ഗ്രൂപ്പുകൾക്കകത്ത് പല ഗ്രൂപ്പുകൾക്കകത്ത് നേരിട്ടുള്ള നേതാവാണ് അജിത് ഡോവൽ എന്ന് പറയുന്നതാണ് കേൾക്കുന്നത്. എത്രത്തോളം ശരിയുണ്ടെന്നറിയത്തില്ല. എന്തുമായാലും അതൊരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പല ഓപ്പറേഷൻസിൽ നിന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം എല്ലാ ഓപ്പറേഷനും സക്സസ്സാണ്. അതിനകത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്കറിയാവുന്ന ഓപ്പറേഷൻ മൊത്തം സക്സസ്സാണ്. ഇതെങ്ങനെ ഇത്രയും 4 അടി നീളം നോക്കത്തിൽ കാണുന്ന ഈ മനുഷ്യൻ എങ്ങനെ ഇത് സക്സസ് ആക്കും? അപ്പോൾ ഈ പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ കടന്നുകയറ്റം, ഇദ്ദേഹത്തിൻ്റെ എവിടെയൊക്കെ ബന്ധമുണ്ടെന്ന് പണ്ട് തിരുവഞ്ചൂരാഷൻ എന്ന് പറഞ്ഞ മിനിസ്റ്റർ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഒരു കള്ളത്തരം കാണിച്ച് ഒരുത്തേണ്ടത് പറഞ്ഞതാണ്, ഞാൻ കണ്ടതാണ്. ഇതിൻ്റെ റേഞ്ച് കണ്ടോ? നിനക്ക് അതിൻ്റെ റേഞ്ചിനെ പറ്റി ഒരു ബോധമൊന്നും ഇല്ലല്ലോ. അതുപോലെ എൻ്റെ റേഞ്ച്, അതുകൊണ്ട് എന്നെ കളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ പോലെ അജിത് ഡോവലിൻ്റെ റേഞ്ച് ഒരാൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ പറ്റത്തില്ല.
എനിക്ക് ഇന്ന ആളുമായിട്ടൊക്കെ ഒന്നും അതേ രീതിയിലുള്ള നിലപാടാണ്. ആ നയതന്ത്രമായിരിക്കും ഒരുപക്ഷെ യമനിലെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെട്ടിരിക്കുന്നത്. ഏതായാലും സാർ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയ ഒരു ദുഃഖമാണ്. ആ ജീവൻ തിരിച്ചു കിട്ടിയാൽ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടുകൂടി അല്ലെങ്കിൽ ദുഃഖം മാറുന്നതുപോലെ നമ്മുടെയും ദുഃഖം മാറും. ഇന്ത്യയുടെ ഒരു അഭിമാനമാണ്. ഇന്ത്യയിലെ ഒരു വ്യക്തിയെന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടപ്പറപ്പിനെ പോലെയാണ്. ഏതായാലും ആ നയതന്ത്ര വിജയം അങ്ങനെ തന്നെ ആവട്ടെ, നിമിഷപ്രിയ രക്ഷപ്പെട്ടു.